പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനലിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ₹1 പോലും കൊടുക്കാതെ നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന പലതരത്തിലുള്ള ജോലികളുടെ ഒഴിവുകൾ പരിചയപ്പെടുത്താറുണ്ട്. അതിൽ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ ട്യൂട്ടറിങ് ജോലി ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ലൊരു ജോലിയുടെ വേക്കൻസി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് ഏകദേശം 1 കൊല്ലമായി വർക്ക് ചെയ്തിട്ട് നല്ല പൈസ വെച്ചിട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് പഠിപ്പിക്കാനായിട്ട് അങ്ങനെ താല്പര്യമില്ലാത്തവർക്ക് ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കതിൻ്റെ ആൻസേഴ്സ് ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്ന ഓരോന്നിനും പൈസ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള സബ്ജക്ട്സ് അവൈലബിൾ ആണ്. നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ടെന്നുള്ളത് താഴെ തന്നെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള സബ്ജക്ട്സ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ അകത്ത് ഒരു കമ്പ്യൂട്ടറും ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഓഡിയോയോ വീഡിയോയോ ഒന്നും വേണമെന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും റെഫർ ചെയ്യാം. നിങ്ങളുടെ സ്വന്തം രീതിയിൽ നിങ്ങൾക്കത് ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. പല കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്കത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എൻ്റർ ചെയ്യണം. അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മുടെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഐഡിയോ അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ക്വാളിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളും അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ശേഷം 7 ദിവസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് അപ്രൂവ് കിട്ടുന്നത്. നമ്മുടെ ഇൻഫർമേഷനും അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെയിൽ ഐഡിയിലോട്ട് നിങ്ങൾക്ക് റിപ്ലൈ മെയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ബാക്കി ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ക്വസ്റ്റ്യന് ആൻസേഴ്സ് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് വരുന്ന സബ്ജക്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും സബ്ജക്ട്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്തത്തെ ജോലി എങ്ങനെയാണ് വരുന്നതെന്നുള്ളതിൻ്റെ സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബയോളജി സബ്ജക്റ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അതിന് ട്യൂട്ടർ കൊടുത്തിരിക്കുന്ന ആൻസർ ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ എന്താണോ അതനുസരിച്ചിട്ട് ആൻസർ കൊടുക്കാനായിട്ട്. ഇത് ബിസിനസ് പരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ കെമിസ്ട്രി പരമായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ സാമ്പിൾ വ്യക്തമായിട്ട് ഈ ഒരു സൈറ്റിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഒരു പേര് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ബിക്കം എ ട്യൂട്ടർ എന്നുള്ളൊരു ഭാഗം കാണാം. ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട്. ഇനി എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന ബിക്കം എ ട്യൂട്ടർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ആ സ്റ്റെപ്സ് വേണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 7 ദിവസം കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് റിപ്ലൈ മെയിൽ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. അതിന് ആൻസർ കൊടുക്കാനായിട്ടുള്ള സ്പേസും കാണാം. ആ ഒരു ഭാഗത്ത് ഇതുപോലെ ആൻസർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വേണം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ. കിട്ടുന്ന പേയ്മെൻറ്റ് ഡയറക്റ്റ് ബാങ്കിലോട്ടോ അതല്ലെങ്കിൽ പേയ്പാലിലോട്ടോ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഉപയോഗിച്ച് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.